കയ്യൊപ്പ്. ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും സമ്മാനിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ ഫഹദ് റാസിയുമായി പങ്കുവച്ചതിന്റെ 3-ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. മണിച്ചിത്രത്താഴ് വലിയ ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്ന സിനിമ ഏതായിരുന്നു? മണിച്ചിത്രത്താഴിന് ശേഷം സ്വർഗത്തിൽ റിലീസ് ചെയ്ത പടം കാബൂളിവാല, സിദ്ദീഖ് ലാലിൻ്റെ. അമ്പിളിച്ചേട്ടനും നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനും കൂടെ കടലാസ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതായിരുന്നു ഈ മണിച്ചിത്രത്തിന് ശേഷം ഞാൻ റിലീസ് ചെയ്ത സിനിമ. ഇതൊക്കെ വരുന്ന സമയത്ത് തന്നെ പ്രൊഡക്ഷൻ അതോടൊപ്പം തന്നെ വിതരണം ഉണ്ടല്ലോ. ഇതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കാതെ വിതരണം മാത്രം ഏറ്റെടുത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഈ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ അടുത്ത് ഒരു കഥയായിട്ട് വരും. ഇല്ലിപ്പോൾ അവർ പറയും എനിക്ക് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, ഒരു കഥയുണ്ട്, ഞങ്ങളടുത്ത് പൈസയില്ല, സെറ്റപ്പും ഇല്ല, കാര്യങ്ങളുമില്ല, അപ്പോൾ സാറൊന്ന് സഹായിക്കുമോ, അല്ലെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെ വന്ന സിനിമയാണല്ലോ നരസിംഹം, ആറാം തമ്പുരാൻ ഒക്കെ അങ്ങനെ വന്ന സിനിമകളാണ്. അപ്പോൾ അങ്ങനെ വിതരണം ചെയ്തതാണ്. അതെ, നമ്മളതിന് ഫുൾ ഫൈനാൻസും ചെയ്യും, പിന്നെ അവർക്ക് പോരാത്ത ഹെൽപ്പൊക്കെ ചെയ്യും, ഷൂട്ടിങ്ങിലൊക്കെ കൂടെ നിൽക്കും, നമ്മുടേതായ കോൺട്രിബ്യൂഷൻ എല്ലാം കൊടുക്കും, നമ്മുടെ കമ്പനി റിലീസ് ചെയ്യും. നമുക്ക് അതിൻ്റെ ഞാനൊക്കെ വളരെ കുറഞ്ഞ കമ്മീഷൻ എടുക്കാറുള്ളൂ. കാബൂളിവാല ചെയ്ത് കഴിഞ്ഞിട്ട് മാനത്തെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ വരുന്നത്, അത് ഫാസിൻ്റെ അനിയൻ കയസാണ്. ഒരു കഥ വന്നു, പിന്നെ കയസാകുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പാണ്, നമ്മൾ കഥ പോലും ശ്രദ്ധിക്കാണ്ട് ചെയ്ത സിനിമ. പിന്നെ ഫാസിൽ സാർ തന്നെ ചെയ്ത നമ്പർ 1 സ്നേഹതീരം വന്നു. അതെ, എൻ്റെ സിനിമ ഒരാൾ ഒരു പ്രൊഡ്യൂസറായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ അതിനുള്ള ഫുൾ ഫൈനാൻസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നഷ്ടം, എൻ്റെ ആദ്യത്തെ കണ്ട നഷ്ടം പറ്റിയാൽ എനിക്ക് നിങ്ങൾ ഒന്നും തിരിച്ചു തരണ്ട, ലാഭം കിട്ടിയാൽ മുഴുവനും നിങ്ങളെടുത്തോ, എൻ്റെ ഓഫീസ് എക്സ്പെൻസും ഇതിന് വേണ്ടിയിട്ട് വെറും ഒരു 25% കമ്മീഷൻ മാത്രം മതി, ബാക്കി എന്ത് കിട്ടിയാലും കൃത്യമായ കണക്ക് വെച്ചിട്ട് നിങ്ങൾക്കുള്ളതാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരു പൈസ പോലും ലാഭത്തിൽ മേടിക്കില്ല. അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി അധികം നല്ല സിനിമകൾ താങ്കളിലേക്ക് വരാനും കാരണം. അങ്ങനെ ആയിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു നിർമ്മാതാവിനും ഈ സമീപനമായത് കാരണം ആർക്കും അവരുടെ പൈസ, ഇനിയിപ്പോൾ പടം ഫെയിലറായിട്ടുണ്ട്, ചിലപ്പോൾ പോയിട്ടുണ്ടാകും, പക്ഷേ അവരുടെ കൊണ്ട് പൈസ ഞാൻ മുടക്കിക്കില്ല, മുഴുവൻ പൈസ എൻ്റെ തന്നെ ആയിരിക്കും. അത് എൻ്റെ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ അവർക്കറിയാം ആ പൈസ മുടക്കേണ്ടി വരികയില്ല, ഞാനങ്ങ് ഏറ്റെടുത്തോളൂ. അതെൻ്റെ എനിക്ക് ആ സിനിമയോട് ഒരു പാഷനാണ്, ഒരു താല്പര്യമാണ്. അത് കാരണം എനിക്ക് ഒരുപാട് സിനിമയിൽ, പല സിനിമയിൽ ഇപ്പോൾ മാനത്തെ വെള്ളിത്തിര ഭീകര നഷ്ടമാണ്, അതുപോലെ മഞ്ഞ് പോലൊരു പെൺകുട്ടി, അങ്ങനെ കുറേ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്. പ്രജ നഷ്ടമാണ്. പക്ഷെ അതിനൊന്നും എനിക്കൊരു വിഷമോ അവരോടൊരു ഇതുമില്ല. അവരും വരുന്നത്, അവരൊരിക്കലും മോശം സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് ആരും സിനിമ നിർമ്മിക്കാൻ പോകുന്നില്ല. എല്ലാവരും 100 ദിവസം ഓടുന്നത് സൂപ്പർ ഹിറ്റ് സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷേ സന്ദർഭവശാൽ ചിലത് ഫെയിലിയറായി പോകണു. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിൻ്റെ ഒരു ഫെയ്ത്താണ്, ഓരോ കാര്യത്തിനും ഒരു ഫെയ്ത്ത് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ അനിയത്തിപ്രാവാണ് പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ മണിച്ചിത്രത്താഴിന് ശേഷം. അതെ. ആ ഒരു സിനിമയും നമ്മൾ നേരത്തെ ഗോഡ് ഫാദറിൻ്റെയോ മണിച്ചിത്രത്താഴിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ റാംജി റാവുവിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ മലയാളത്തിന്റെ ഒരു ട്രെൻഡ് മാറ്റിക്കളഞ്ഞ ഒരു സിനിമയായിരുന്നു ക്യാമ്പസ്. അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായി അത് ദീർഘകാലം ഓടിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നും മലയാളത്തിലെ സിനിമയിൽ വന്നിട്ടുള്ള പ്രണയ ജോഡികൾ ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കിയതും അനിയത്തിപ്രാവാണ്. അതിലേക്ക് എങ്ങനെയാണ് വരുന്ന ആ ഒരു കാസ്റ്റിംഗ്? ശാലിനി അതിന് മുൻപ് തന്നെ ബാലതാരമായിട്ട് ചെറിയ മാമാട്ടിക്കുട്ടിയമ്മേലെ ചെറിയായിട്ട് ഫാസിൽ സാറിന്റെ സിനിമയിൽ വന്നിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരു മുതിർന്ന താരമായിട്ട് വരുന്നത് അനിയത്തിപ്രാവില. കുഞ്ചാക്കോ ബോബനും ഇതുപോലെ ബാലതാരമായിട്ട് മുൻപെങ്ങ് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒരു സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. കുഞ്ചാക്കോവും ചിലപ്പോൾ അവരുടെ ഉദയയുടെ സിനിമയിൽ വലിയ ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയായിട്ട് തോന്നുന്നില്ല. ചാക്കോച്ചൻ അങ്ങനത്തെ. അതായത് അനിയത്തിപ്രാവിന് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കോഴിക്കോട് വീട്ടിലിരിക്കുമ്പോൾ രാവിലെ ഒരു 9:30 മണിക്ക് ഫാസിൽ സാറിൻ്റെ ഫോൺ വരുന്നു. തുടർച്ചയായിട്ട് 11 സിനിമ ഫാസിൽ സാറിൻ്റെ ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി 1 പ്രാവശ്യം 2 പ്രാവശ്യം അതിൽ കൂടുതൽ സിനിമയുടെ ഡിസ്കഷൻ കഥയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഒരുപാട് പ്രാവശ്യം ഒരുപാട് നേരം ഫോണിൽ ഇങ്ങനെ സംസാരിക്കും. രാവിലെ 9:30 മണിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണം, അപ്പോൾ അവിടെ മാതൃഭൂമി പേപ്പർ വരുത്തുന്നില്ലേ? ഉണ്ട് സാർ. അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു സിംഗിൾ കോളത്തിലൊരു വാർത്ത ഇവിടുത്തെ ആലപ്പുഴ എഡിഷനിലുണ്ട്, അവിടെ ഒന്ന് നോക്കൂ. ഞാൻ വായിച്ചു സാറേ, അത് ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, അതല്ലേ സാറേ വാർത്ത? അതെ. അപ്പം സാർ, ഞാൻ സിനിമ സെറ്റ് എന്നുള്ളതൊന്നും നമുക്കല്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നു.
അതാണ് മെയിൻ ത്രെഡ്. ഞാൻ അങ്ങനെ ഒരു എനിക്ക് പെട്ടെന്ന് ഒരു സ്പാർക്ക് കിട്ടി. അത് വെച്ച് ഞാനൊരു ലവ് സ്റ്റോറി പിടിച്ച് നമുക്കൊരു ന്യൂ ബേസിനെ കൊണ്ട് ചെയ്യിക്കാം. പക്ഷേ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു സാറേ ബ്യൂട്ടിഫുൾ ആയിരിക്കും സാർ, പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് ഞങ്ങളുടെ ഒരു സ്പാർക്കാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴയ്ക്ക് വേണ്ട ഇപ്പോൾ ഒന്നും വരണ്ട, ഞാനൊന്ന് റെഡി ആക്കിക്കോട്ടെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാന്ന് പുള്ളി പറയും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയി കഴിയുമ്പോൾ പുള്ളി അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു. അതിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, ഒരു ഹിന്ദു ചെറുക്കൻ, അങ്ങനെ ഒരു ലവ് വന്നു. അവരിങ്ങനെ ഒളിച്ചോടി കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു. ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് വീട്ടുകാരെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ വേണ്ട, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വീട്ടിലില്ലേ, അവരെ വേദനിപ്പിച്ചിട്ട് നമ്മളൊരു കല്യാണം കഴിക്കുന്നത് ശരിയാണോ? നമ്മളെ വളർത്തിയതല്ലേ, നമ്മൾ അവരോട് നന്ദികേടല്ലേ, നമുക്ക് തിരിച്ചു പോയിക്കളാം, എന്തിനാണ് നമ്മളിങ്ങനെ ആയിപ്പോയതെന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ചിന്തിച്ചു. ഒരേപോലെ വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോരുന്നു. അങ്ങനെ എന്നിട്ട് അവർ വർഷങ്ങളോളം സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്നു. അതാണ് ഈ കഥ. അദ്ദേഹം പറഞ്ഞ കഥ. കഥയാണ്. അദ്ദേഹം സ്ക്രിപ്റ്റാക്കി അത് എഴുതാനും തുടങ്ങി. അപ്പോൾ പുള്ളി ഒറ്റ നോക്കില്ല. പക്ഷേ ഇത് നമ്മൾ ആർട്ടിസ്റ്റുകൾ ചെയ്ത് നിൽക്കില്ല. നമ്മുടെ 2 ന്യൂ ബേസിനെ കണ്ടത്. ഞാൻ പറഞ്ഞു സാറേ ഇത് ആർട്ടിസ്റ്റ് ചെയ്ത് നിൽക്കില്ല, എനിക്കറിയാം ആർട്ടിസ്റ്റ് ചെയ്ത് നിൽക്കില്ല, നമുക്ക് ന്യൂ ബേസ് ചെയ്തത്. കാരണം അന്നേരത്തേക്ക് പാസ സാറിൻ്റെ ഒരു പോക്ക് അങ്ങോട്ടാന്ന് എനിക്കറിയാം, പുള്ളിയുടെ ഒരു കപ്പാസിറ്റി എനിക്കറിയാം, സിദ്ദീഖ്ലാലിൻ്റെ അറിയാം. കാരണം ഇത്രയും ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്തില്ലേ. നമ്മളിപ്പോൾ പൂവിന് പുതിയ പൂന്തലിന് പോകുമ്പോഴുള്ള ഇതുപോലെ അല്ലല്ലോ, ഇത്രയും സിനിമകൾ നമ്മൾ എടുത്തില്ലേ. അല്ല, ഇനി ചാക്കോച്ചനെ കണ്ടെത്തിയ കാര്യം പറയാം, എന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ എനിക്ക് ന്യൂ ഫേസ് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ ഫാസ്റ്റ് സാർ ഇങ്ങനെ വരുത്തി ഓരോരുത്തർ ഇത് പറഞ്ഞപ്പോൾ ഉണ്ട്. അത് ഈ കഥയുടെ ഒരു പ്രഡിക്റ്റബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ പുതിയ മുഖം വേണം എന്ന് പറഞ്ഞത്? അതായത് അതെ, ഒരു ആർട്ടിസ്റ്റ് മോഹൻലാലായാലും അവർ ചെയ്യുമ്പോൾ അവരുടെ ഒരു രീതി, അയാളെ പെണ്ണിന് അപ്പുറം 2 അടിയും കൊടുത്ത് ചില പെണ്ണിനെ കൊണ്ട് പോരും, അങ്ങനെയൊക്കെ തോന്നിപ്പോവും. ഒരു നിഷ്കളങ്കരാണ്ടാകുമ്പോൾ അവരെ പറ്റി ഒരു മുൻവിധികളൊന്നുമില്ലല്ലോ. മുൻവിധികളില്ലാണ്ട് ഓഡിയൻ കൈയും കെട്ടി ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാണണം. കഥയായിരിക്കണം ഹീറോ. ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത്. അയാളുടെ നോട്ടം മാനറിസങ്ങളിലൊക്കെ വിചാരിച്ചിട്ട് ആർട്ടിസ്റ്റ് പോകും. കഥ പോകുമ്പോൾ കഥ മാത്രമാണ് ഓഡിയനെ ആ കസേരയിൽ ഇരുത്തുന്നത്, ആർട്ടിസ്റ്റ് ഇല്ല. കഥ കണ്ട് സിനിമ കഴിയുമ്പോഴേ പിന്നെ ഇയാളാണല്ലോ അതൊന്ന് വരുന്നുള്ളൂ. അതൊരു വലിയൊരു സൈക്കോളജി സിനിമ ചെയ്യുമ്പോൾ. അത് വമ്പൻ സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ ഇങ്ങനത്തെ ന്യൂ ഫേസ് ആയിരിക്കും ചെയ്യുമ്പോഴായിരിക്കും വരിക. അപ്പോൾ പാസാറിന് അതറിയാമല്ലോ, മഞ്ഞൾ പിരിഞ്ഞ പൂക്കളൊക്കെ ചെയ്ത അദ്ദേഹമല്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ട് റോസ്ത എന്ന് പറഞ്ഞ പാസാറിൻ്റെ വൈഫ് റോസ്ത പറഞ്ഞു, പക്ഷേ ഈ കുഞ്ചാക്കോച്ചൻ്റെ മകനുണ്ട് നവോദയയുടെ ഉദയ സ്റ്റുഡിയോ, അവനിങ്ങനെ കോളേജിൽ പഠിക്കുകയാണ്, ചിലപ്പോൾ നമുക്ക് നല്ലത് അത് ഇവന് പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാസാറിൻ്റെ വീടിൻ്റെ അടുത്ത് ആലപ്പുഴ തന്നെയാണ് കുഞ്ഞാക്കോന്. ഒരു ദിവസം പോയിട്ട് ഇവനെ കണ്ടു. അപ്പോൾ ബോബച്ചനോട് പറഞ്ഞു, ബോബച്ചൻ ഇവനെ എങ്ങനെയെങ്കിലും നടനാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പാച്ചി കൊണ്ടുപോക്കുക, അവനെ എടുത്തുകൊണ്ട് വെക്കുമോ എന്നൊക്കെ പറഞ്ഞു. മോളി ആൻറ്റിയും പറഞ്ഞു. പക്ഷേ അവനൊരു താല്പര്യമില്ല. അവൻ അഭിനയിക്കണമെന്ന് ഒരു അശേഷം താല്പര്യമില്ല. എന്തെങ്കിലും ഇത് കാണിക്കണ്ടേ, അവനെ ഒരു വലിയ ഡയറക്ടറല്ലേ വെച്ചൊന്ന് വിളിക്കുകയല്ലേ. വേണമെങ്കിൽ വേണം. അപ്പോൾ വാസാർ നിർബന്ധം, നീ ഒരു വാ. അപ്പം പറയും എനിക്ക് അഭിനയിക്കുന്നത്, നീ അഭിനയിക്കുന്നു വേണ്ട, ഞാൻ പറഞ്ഞു നീ വെറുതെ അവിടെ നിന്നാൽ മതി, അല്ല നടന്നാൽ മതി, ഞാൻ ഏറ്റു കാര്യം എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു ദിവസം വെച്ച് അവനെ കൊണ്ടുവന്നു. ആദ്യത്തെ ദിവസം ഒക്കെ കുറച്ച് ഒരു ഷോട്ടൊക്കെ കൊടുത്ത് പാസ് സാറില്ലേ ഈ പിള്ളേരെ 1ാം ക്ലാസ്സിൽ എഴുത്തിന് ഇരുത്തുമല്ലോ, അതേപോലെ ഒരു ക്ലാസ് കൊടുത്ത് വേറെ തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചാക്കോച്ചനെ പതുക്കെ കൊണ്ടുവന്നു. ഒരു 5-8 ദിവസത്തേക്ക് പാസ് സാറ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇവന് ശരിയാവുമല്ലോ കേട്ടോ, പക്ഷെ നമുക്ക് വേറെ ആരെങ്കിലും പിടിക്കാം എന്ന് സിദ്ദീഖ്ലാലു ഒക്കെ ഉണ്ട്, അവരോടൊക്കെ പറയും ഇങ്ങനെ. അതായത് പുള്ളി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഇപ്പോൾ താല്പര്യക്കുറവ്. ചിലവർക്കിപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നടന്മാരായത് ഞങ്ങൾക്കാകണം. ഷാനു ഇങ്ങനെ നടനായത് ആകണം എന്നുള്ള ഷാനുവിൻ്റെ ഒരു തീരുമാനമാണ്. നമ്മുടെ പരാജയത്തിന് ശേഷം ഒരു 10 വർഷത്തെ ഗ്യാപ്പിൽ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ ഒക്കെ ലവ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അയാൾക്ക് ഇതായിരിക്കും, വേറെ എന്ത് തടസ്സം വന്നാലും ഐ വിൽ വിൻ എന്നുള്ളൊരു സാധനം ഷാനുവിൻ്റെ തലയിൽ കയറി. അങ്ങനത്തെ അതിൻ്റെ നേരെ എതിർവശത്താണ് ചാക്കോച്ചൻ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്ടർ പ്രൊഡ്യൂസർക്ക് എങ്ങനെയും കൊണ്ടുപോകാമല്ലോ. നമ്മൾ എന്ത് പറ്റി ഈ പുള്ളിക്ക് താല്പര്യം. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ വായിക്കുക. പക്ഷേ ഫാസിൽ സാറും റോസ്തയൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇവൻ എന്ത് പറഞ്ഞാലും ഇവനായിരിക്കും ഈ അനീതിപ്രാവ് എന്ന് പറയുന്ന സിനിമയിലെ നായകൻ. അപ്പോൾ അതിന് മുന്നേ തന്നെ ശാലിനിയെ തീരുമാനിക്കുന്നത്? ശാലിനെ പാച്ചിക്ക് നേരത്തെ തീരുമാനിച്ചിരുന്നു. കാരണം ശാലിനിയുടെ പിതാവ് ബാബു എന്ന് പറയും, കൊല്ലത്തുള്ളതാണ്. മാമാട്ടിക്കുട്ടിയും അഭിനയിക്കും. അതിനുശേഷമൊക്കെ ബാബു പറയാറുണ്ട് പാച്ചിക്കയുടെ അടുത്ത്, ഹീറോയിനാക്കിയിട്ട് എപ്പോഴെങ്കിലും നല്ല കഥ വരുമ്പോൾ പാച്ചിക്ക് അവളെ എടുത്തോന്നുണ്ട്. മൂപ്പത്തിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ചെറുപ്പത്തിൽ ഓർമ്മ കിടപ്പുണ്ടല്ലോ, പിന്നെ പ്രായം കറക്റ്റല്ലേ. പാച്ചിക്കയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും ഹീറോയിൻ വേണ്ടേ സാറേ, അതെല്ലാം കറക്റ്റ് സമയത്ത് വന്നോളൂ പക്ഷേ എന്ന് പുള്ളി പറയും. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ പുള്ളി നേരത്തെ ഇട്ടുണ്ട്. പിന്നെ പാച്ചിക്കയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പുള്ളി പറയുന്ന അനുസരിച്ച് അങ്ങ് നടന്നാൽ മതി. അങ്ങോട്ട് നോക്കാൻ പറയാം, അങ്ങോട്ട് നോക്കിയാൽ മതി, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
അദ്ദേഹം അഭിനയിച്ച് കാണിക്കാറുണ്ട് എന്ന് കേട്ടു. എല്ലാ കാര്യവും മമ്മൂക്കയ്ക്കും മോഹൻലാലിനും അഭിനയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, എന്നാൽ അവരുടെ അടുത്തൊരു പുള്ളി അഭിനയിച്ച് കാണിക്കും. പുള്ളി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പുള്ളി അഭിനയിച്ചുകൊണ്ട് ആ സ്ലാങ്ങിലാണ് പുള്ളി പ്രൊണൗൺസിയേഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കറിയാം. അപ്പം മോഹൻലാലിൽ പറയുന്ന മണിച്ചിത്രത്താഴ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മാടമ്പള്ളിയിലെ ഒരു മനോരോഗി എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ എങ്ങനെയാണോ പറയേണ്ടത് അതേപോലെയാണ് ഫാസിൽ സാർ ഞങ്ങളുടെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുക. നടന്മാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും അല്ലേ? നടന്മാർക്ക് ഇപ്പോൾ പാച്ചിക്കയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇതിൽ ശോഭനയുടെ അടുത്തൊക്കെ ഞാൻ ഒരു മുറേ വന്ന് പാത്തയൊക്കെ സ്റ്റെപ്പൊക്കെ ഫാസിൽ സാറിൻ്റെ അത് പുള്ളി കാണിച്ചു കൊടുക്കും. അത് പുള്ളി ബേസിക്കലി നടനാണല്ലോ. അപ്പോൾ ഈ പുതിയ താരത്തെ രണ്ടുപേര് പുതുമുഖങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും കുഞ്ചാക്കോ ബോബൻ, ശാലിനി. അപ്പോൾ ശാലിനി മുതിർന്ന ശേഷമാണ് എങ്കിലും ശാലിനി അതിനു മുൻപ് ഒരുപാട് സിനിമകൾ ചെയ്ത് ആ ഒരു അഭിനയം കഴിവ് തെളിയിച്ചതാണ് ബാലതാരമായിരിക്കെ. അത് ബാലതാരമായിട്ട് വലിയ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടില്ല. അതെ, എന്നാലും കുഞ്ചാക്കോ ബോബൻ ആദ്യമായിട്ട് സ്ക്രീനിൽ എത്തുകയാണല്ലോ. അതെ, അത് മാച്ചിങ് ആവുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഫാസിൽ സാറിന് ഞാൻ അന്നേരത്തേക്ക് മണിച്ചിത്രത്താഴ് കഴിഞ്ഞിട്ട് മാനത്തവിളത്തേര് പോട്ടെ, അദ്ദേഹം ചെയ്ത പടമായാലും എനിക്ക് വരുന്നൊരു പടമില്ല. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഒന്ന് ഹിറ്റായാൽ അടുത്ത പടം അദ്ദേഹത്തിൻ്റെത് ഈ ഇത് പ്രകാരം ചെറിയ മൈനസ് ആയിരിക്കും. അങ്ങനെയുണ്ട്. ഒരു ചെറിയൊരു ഫ്ലോപ്പ് ഞാൻ പറയാലോ, ഒരു മൈനസ് ആയിട്ടുള്ളൊരു പടം കൊടുത്താൽ അതിനടുത്ത് അപ്പുറത്തെ പടം അദ്ദേഹം സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് കൂടെ നിന്ന് ചേർന്ന് നിന്ന് കൊടുക്കണം. ചില പോരായ്മകളുണ്ടെങ്കിൽ ഇപ്പോൾ അനീത് പ്രാൻ്റെ കഥ വായിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കഥയിൽ ഇങ്ങനെ വന്നിട്ട് അവർ വേർപിരിഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവർ നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിച്ചു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കഥ. പിരിയുന്നിടത്താണ് ക്ലൈമാക്സ്. അപ്പോൾ അവിടെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അവരുടെ ഇത് കഴിഞ്ഞാൽ അങ്ങനെ ക്ലൈമാക്സ്. അപ്പോൾ എനിക്ക് ഈ കഥ എഴുതുമ്പോഴും പറയുമ്പോൾ ഷൂട്ടിങ് തുടങ്ങി കഴിയുമ്പോൾ ആനന്ദക്കുട്ടനെ ക്യാമറാമാൻ വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി, ഒരു വിഷമം കിടപ്പുണ്ട്. ഫാസിൽ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ ഒരു ലവ് സ്റ്റോറിക്ക് നമ്മളവിടെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അത് പ്രേക്ഷകനെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ. അപ്പോൾ ഫാസിൽ സാർ എന്നോട് വളരെ ഒച്ചത്തിൽ പറഞ്ഞു, അപ്പോൾ മുട്ടത്ത് വർക്കി കരുതി എഴുതിയാലും തകഴി കഥ എഴുതിയാലും ലവ് സ്റ്റോറിക്ക് രണ്ടെൻ്റെ ഉള്ളൂ, ഒന്നെങ്കിൽ തൂങ്ങിച്ചേറുക അല്ലെങ്കിൽ കല്യാണം കഴിക്കുക. വേറെ ലവ് സ്റ്റോറിക്ക് വേറെ വല്ല എൻ്റെ ഉണ്ടോ? ഇത് നമ്മൾ ചെയ്യുന്നൊരു വ്യത്യസ്തമായ എൻ്റാണ്. ഇവർ കല്യാണവും കഴിച്ചില്ല, ആത്മഹത്യയും ചെയ്തില്ല, അവർ രണ്ടുപേരും കൂടെ സുഹൃത്തുക്കളായിട്ട് ജീവിക്കുക എന്നുള്ളൊരു എൻ്റുണ്ട് ലവ് സ്റ്റോറിക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. പുതിയൊരു മെസ്സേജ് കൊടുക്കുകയാണ് ലോകത്തിന്. ശരിയാണ് സാറേ, കറക്റ്റ് എന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ വിഷം പോറുകയല്ല. പിന്നെ ഞാനങ്ങനെ നിൽക്കും. അപ്പോൾ പുള്ളി എന്നെ കൺവിൻസ് ചെയ്തു. ഇതിൻ്റെ എൻ്റെ അങ്ങനെയല്ല. നമ്മൾ ഇപ്പം ചെമ്മീനിൽ ആത്മഹത്യയല്ലേ, മുട്ടത്ത് വർക്കിയുടെ ഏത് സിനിമ എടുത്ത് നോക്കിയോ കപിലാവിൻ്റെ മുമ്പിൽ തൂങ്ങിച്ചെത്തിരിക്കും, അല്ലെങ്കിൽ ഒളിച്ചോടി പോകും. അങ്ങനെയല്ല, ഇതിങ്ങനെ അദ്ദേഹം പറയുന്നിടത്ത് ശരിയാണ്. അങ്ങനെ ഒരു 10-16 ദിവസം ഷൂട്ടിങ് നടക്കുമ്പോൾ ആനന്ദക്കുട്ടൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കുട്ടേട്ട ഇത് ക്ലൈമാക്സ് ഒന്ന് മാറ്റാൻ പാച്ചിക്കരെടുത്ത് കുട്ടേട്ടനൊന്ന് അപ്പോൾ കുട്ടേട്ടോ ഞാനങ്ങനെ പറയാമെന്ന് അതും പറയില്ല. വൈകുന്നേരം ഒരു 6 മണി to 6:30 ഏത് സെറ്റിലും ടിഫിൻ കഴിക്കാൻ ഒരു ബ്രേക്ക് വരും, ഒരു 6 മണി. അതായത് അതങ്ങനെ ഇരുന്നതല്ലേ കഴിക്കുക, എന്തെങ്കിലും ഒരു ചായയും കുടിച്ച് അങ്ങനെ ഒരു. അപ്പോൾ ആനന്ദക്കുട്ടൻ വെറുതെ ഇങ്ങനെ കഴിച്ചു പറയും, പ്രൊഡ്യൂസർ ഹാപ്പി അല്ല പാച്ചിക്ക, പ്രൊഡ്യൂസർക്ക് എന്തോ കുഴപ്പമുണ്ട്, പ്രൊഡ്യൂസർ ഹാപ്പി അല്ല, അയാൾ ക്ലൈമാക്സിൻ്റെ കുഴപ്പമുണ്ട് അയാൾക്ക്, അതൊക്കെ നിൽക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നും പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലേക്ക് പോയില്ല, ബാക്കിയൊക്കെ അടുത്ത് വരിക. ഒരു 10-50 ദിവസത്തെ ഷൂട്ടിങ്ങിൽ തീർന്നു. കുഞ്ചാക്കോ ബോബൻ്റെ വീടായിട്ട് പാച്ചക്കയുടെ വീടും ഷാലിൻ്റെ വീടായിട്ട് തൊട്ടടുത്തുള്ളൊരു വീടുമാണ്. തൊട്ടടുത്താ, ലൊക്കേഷനൊക്കെ അടുത്താ. ആലപ്പുഴ വെച്ച് പാസാലിന് സ്വന്തം വീട്. പിന്നെ കുറച്ച് പാട്ടെടുക്കാൻ പൊള്ളാച്ചി പോകണം. പിന്നെ ബാക്കിയൊക്കെ ആലപ്പുഴയിൽ അവിടെ തന്നെ വെച്ച് തീർക്കുക. പൊള്ളാച്ചി അവിടെ വെച്ച് തീർത്ത പടമാണ്. മറ്റേ ക്രിസ്ത്യൻ വീട്, ഒരു വീട് ആൾ താമസിക്കുന്ന വീട് ഞങ്ങൾ അടുത്ത് ഷൂട്ടിങ്ങിന് വേണ്ടി മേടിച്ചതാണ്. ആ വീട്ടിൽ ക്ലൈമാക്സ് എടുക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ അപ്പോഴത്തേക്ക് അതിന് 2 ദിവസം മുമ്പ് ഒരു ദിവസം ഈ ബ്രേക്ക് 6 മണിയുടെ ബ്രേക്ക് പറഞ്ഞിട്ട് എല്ലാവരും ടിഫിനൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇരിക്കുമ്പോൾ പാച്ചിക അപ്പച്ചാ കുട്ടാ അസിസ്റ്റന്റ് ഡയറക്ടർമാരെല്ലാവരും വിളിച്ചു, മുരളി, ഷാജി, ബിജു ഒക്കെ ഉണ്ട്, എല്ലാവരും വിളിച്ചിട്ട് ഇരിക്കുന്നു പറഞ്ഞ് എല്ലാവർക്കും കസേരയിട്ട് ഇങ്ങനെ വട്ടത്തിലിരുത്തി. കുട്ടേട്ടനോട് പാച്ചിക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു വേറെ ക്ലൈമാക്സ് ഉണ്ടാക്കുന്നുള്ള ഒരു കുട്ടേട്ടൻ അത് ഞങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടൻ എന്തായാലും ചിരി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടനും പാച്ചിക്കായിട്ട് എന്തോ ഒരു പണി ഒപ്പിക്കാനാണ്, സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ എതിർവശത്തിരുത്തി. അപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ ഒക്കെ കഥ വായിക്കുമ്പോഴായാലും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ ആ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂട്ടി മോൻ കഴിയിട്ട് പറയുന്ന ഡയലോഗൊക്കെ പാച്ചിക്ക വായിക്കുമ്പോൾ, പാച്ചിക്ക് മമ്മൂക്ക പറയുമ്പോൾ തൊണ്ട ഇതാക്കിയിട്ടാണ് പറയാം. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് കണ്ണീര് വന്നിട്ട് വാഷ് ബേസിൻ പോയിട്ട് മോൻ കഴുകും. ഞാൻ മോൻ കഴുകാൻ വേണ്ടി ഓടിപ്പോയി കഴിഞ്ഞാൽ പാച്ചിക്ക അവരോട് പറയും ഏറ്റു എന്ന് പറയും. കാരണം അതാ പുള്ളിയുടെ ആദ്യം പുള്ളി പരീക്ഷിക്കുന്ന എൻ്റെ മുഖത്താണ്. അതങ്ങനെയല്ല, അത് കാരണം ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ എനിക്ക് പെട്ടെന്ന് ഞാൻ നെർവസ് ആവുന്ന ആളാണ്. അപ്പം പുതിയ ക്ലൈമാക്സ് വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് പിരിഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് വിഷമം, ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ തിരിച്ചു കയറി വന്നില്ലേ. അപ്പോൾ തിലകൻ ശ്രീവിദ്യയ്ക്കും ചാക്കോച്ചനോടൊരു ഇഷ്ടം കൂടി. അവളെ വിട്ടിട്ട് അവൻ വന്നല്ലോ. മറ്റോടത്തും
ലളിത ചേച്ചിക്കും ആങ്ങളമാർക്കും ഒക്കെ കല്യാണമൊന്നും കഴിക്കാതെ തെമ്മാടിത്തരങ്ങളൊന്നും കാണിക്കാതെ വീട്ടിൽ തിരിച്ചു കയറി എത്തിയില്ലേ. അപ്പോൾ കാരണവർക്ക് ഒരു റിലീഫ് ഉണ്ടാവുമല്ലോ. ആ റിലീഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ഇതിലും നല്ലത് അവരുടെ സന്തോഷമാണ്. അവരുടെ സന്തോഷമാണെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിൽ ഇറങ്ങി ചെന്നിട്ട് കഥ കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഡയറക്ടറാണ് ഫാസിൽ സാറ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടാ നമുക്ക് ആ ബസ്സിലെ മാലയുടെ സീനൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ എന്ന് പറയുന്നത്. അതായത് ആ ബസ്സിലൊരു മാല മറന്നു പോകുമല്ലോ, ആ മാല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചു വന്ന കണക്ഷൻ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഫാസിൽ സാറ് അതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് അവസാനത്തെ ഡയലോഗ് വരെ ഇതാ നീ എടുത്തോടാ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നിടം വരെ ആ സൈലൻസ് അടക്കം, റീ റെക്കോർഡിങ് പോലും ഇല്ലാത്ത 2 മിനിറ്റ് നേരത്തെ ഒരു സൈലൻസ് ഉണ്ട് സിനിമയിൽ. സിനിമ കാണാൻ ശ്രദ്ധിച്ചോ? മകളെ ഒറ്റക്കാക്കി പോവുകയാണ്, ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോയിക്കൂടാ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ചങ്ക് പൊട്ടുന്ന അതേപോലെ അതേ പ്രാസത്തിലാണ് ഫാസിൽ സാർ സ്ക്രിപ്റ്റ് എന്നെ വായിച്ച് കേൾപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇത് കേട്ട് കഴിഞ്ഞത് എനിക്ക് ടിയർ ജെർക്കിങ് ആയി. അതായത് കഥാപാത്രങ്ങൾ വെച്ച് എനിക്കൊരു നല്ല സിനിമ വിജയിച്ചല്ലോ എന്നുള്ള എനിക്ക് അന്ന് ഈ സിനിമ സ്ക്രീനിൽ ഓടും. അന്ന് സാധനം ഈ 5 മിനിറ്റാണ് സിനിമ എന്നുള്ള വിവരം. അതാണ് കഥയുടെ മർമ്മം എന്ന് പറയുന്നത്. ഫാസ്റ്റ് സാറ് ഹാപ്പിയായി, കുട്ടനും ഹാപ്പി, എല്ലാവരും. അപ്പോൾ ഫാസ്റ്റ് സാർ ഇങ്ങനെ കൈകൊണ്ട് തമ്പ് കാണും, ദാഷ് കറക്റ്റ് ശുഭം കുട്ടാ റെഡി എന്ന് പുള്ളി. പിന്നെ ഭയങ്കര പവറില്ല, ഞാനും ഹാപ്പിയായി. പിന്നെ അങ്ങോട്ട് ഇതായി പോയി. ആ സിനിമ അങ്ങനെ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ വന്നപ്പോൾ തന്നെ ആദ്യത്തെ ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പകുതി ആൾക്കാരേ ഉള്ളൂ. ഒരു മാർച്ച് 26 റിലീസായ പടം ഈ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ 283 ദിവസം റെഗുലർ ഷോ ഓടി. അത് ചെറുപ്പക്കാർക്കും കുടുംബ പ്രേക്ഷകർക്കും എല്ലാം കണ്ടൊരു തന്നെയല്ലേ വരുന്നത്. ഒരു മെസ്സേജ് അല്ലേ? നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ ഇടത്തും വലത്തും നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകണം. അത് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതുമാണ്. വേണ്ടേ? അതിൽ പറയുന്ന മെസ്സേജാണ് പറയാനുള്ളത്. മറ്റേ പടത്തെ ക്ലൈമാക്സ് ആണെങ്കിൽ ആ സിനിമ കച്ചടിക്കില്ല. ഇതിപ്രായൻ്റെ പറഞ്ഞ അതിൻ്റെ പാട്ടുകൾ നല്ലതായിരുന്നു. ഔസേപ്പച്ചൻ, രമേശൻ നായർ, സോറി അതൊക്കെ പറയാതെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് അവർ രമേശൻ നായരാണ് ഈ ലിറിക്സ് എഴുതിയപ്പോൾ അനിയത്തി പ്രാവൻ എന്നുള്ള ടൈറ്റിൽ തരുന്നത് പാട്ടിൽ പറയുന്നത്. സുന്ദരകില്ലാടി ഔസേപ്പച്ചൻ തന്നെയാണ്. എന്നാൽ ഇതിലാണ് ആ ഓപ്രി ഇന്നും ഒരു നൊസ്റ്റാളജിക്ക് പാട്ടില്ലേ, ഒരു രാജമല്ലി, ഒരു രാജമല്ലിയൊക്കെ. അപ്പോൾ ഈ അനിയത്തി പ്രാവ് പിന്നീട് തമിഴിൽ വരുന്നുണ്ടല്ലോ അല്ലേ? അത് എങ്ങനെയായിരുന്നു? ഫാസിൽ സാർ ആ സിനിമയുടെ കഥ ശിങ്കിലി മുരുകൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർക്ക് തമിഴിൽ ചെയ്യാമെന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിങ്കിലി മുരുകൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൊഡ്യൂസർ, അയാൾ ഓസ്കർ രവി എന്ന് പറയുന്ന വലിയൊരു ബാനറുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ട് ഈ സിനിമ ഫാസിൽ സാർ ഡയറക്റ്റ് ചെയ്യണം, എടുക്കുകയാണ്. വിജയ് ആണ് അതിലെ നായകൻ, നായിക ശാലിനി തന്നെ, മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. ആലപ്പുഴ തന്നെയാണ് ഷൂട്ടിംഗ്? ആലപ്പുഴ തന്നെ, 90% ആലപ്പുഴ തന്നെ. ഈ 17 ലക്ഷം രൂപയാണ് വിജയുടെ ശമ്പളം. വിജയുടെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ 5 ലക്ഷം 10 ലക്ഷം അങ്ങനെ മേടിച്ചിട്ട് ഈ ശിങ്കിലി മുരുകൻ്റെ ഈ പടത്തിന് 17 ലക്ഷം രൂപ വിജയ് ശമ്പളം മേടിച്ചിട്ട് ചെയ്യുന്ന സിനിമയാണത്. അന്ന് താങ്കൾ ഒരു സിനിമയും തമിഴിൽ ചെയ്തിട്ടില്ല. ഈ വർഷമനാർ എന്ന് പറയുന്ന സിനിമയുടെ കൂട്ടത്തിൽ ഫാസിൽ സാറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു എന്നല്ലാണ്ട് ചെയ്തിട്ടില്ല. കാർത്തിക് ഖുശ്ബു അഭിനയിച്ച ആ പടത്തിന് അവിടെ വെച്ചിട്ടാണ് ഞാൻ വിജയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ടൈമിൽ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, അന്ന് ഇതേപോലെ കാരവനൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ ഉണ്ടാവും ഈ ലൊക്കേഷനിൽ. ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും, ഭക്ഷണമൊക്കെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുക. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു വിജയമായിട്ട് എങ്ങനെ ഞാൻ പരിചയം. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഫാസിൽ സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഈ പടത്തിൻ്റെ മലയാള പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പച്ചൻ എന്ന് പറയും. ഞാൻ വിജയായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ വളരെ കൊച്ചു പയ്യനല്ലേ വിജയ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തന്നിട്ട് സാർ അങ്ങനെ അടുത്തടുത്തിരിക്കും, സമയം കിട്ടും. വിജയ്ക്കും അന്ന് എനിക്ക് അങ്ങനെ തമിഴൊന്നും അറിയത്തില്ല, ചെറിയ തമിഴുകളൊക്കെ അറിയാമെന്നല്ലാണ്ട്. വിജയ്, അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു, വിജയ് എന്താണ് ഈ സിനിമയ്ക്ക് വിജയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് ചോദിച്ചു. 17 lakhs. അപ്പോൾ ഞാനിങ്ങനെ, വിജയ് ഇത് പടം പെരിയ ഹിറ്റായിട്ട് ഡൗട്ടേ വേണ്ട, ഇത് പടം റിലീസായ ഉങ്ക സാലറി 1 crore കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ വിജയ് ഭയങ്കര സന്തോഷത്തോടെ ആ കസേരയിൽ ഇരുന്ന് തൊട്ടടുത്ത് എൻ്റെ കാലേ കയറിയിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പറയുക, സാർ ഒരു 50 lakhs കിടച്ചാൽ പോകും, സോറി 50 lakhs കിടച്ചാൽ പോകും, കാരണം ഒരു 50 ലക്ഷം കിട്ടിയാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ചോദിച്ചു, വിജയ് എനിക്കിങ്ങനെ ഒരു തമിഴ് പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഫാസിൽ സാറിനെയൊക്കെ വെച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് തമിഴ് ചെയ്യാൻ വന്ന വിജയ് എനിക്ക് ഡേറ്റൊക്കെ തരുമോ? പണലാം സാർ പണലാം അതുക്കെന്നാ. അപ്പോൾ വിജയ് പറഞ്ഞു, നിങ്ങൾ ഇതേമാതിരി ഒരു ഇങ്ങനെ ഹിറ്റാകണ ഒരു പടം എടുത്തിട്ട് വാങ്ങോ, കാരണം ഒരു ഹിറ്റാണ് പടത്തിട്ട് നമ്മൾ അത് പടം பார்த்துட்டு தமிழுக்கு ஏதோ கொஞ்சம் சேஞ்ச் பண்ணலாம், அப்போ நம்ம கொஞ்சம் ஈஸியாக இருக்கும், அந்த மாதிரி ஹிட். അപ്പോൾ എനിക്കും கொஞ்சம் കോൺഫിഡൻ്റാக இருக்கும், എനിക്കും பார்த்து பண்ணலாமே എന്നെല്ലാം വിജയ് പറഞ്ഞു. ഓക്കെ, അതെൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. പടം അവിടെ കാതലിക്ക മര്യാദ ഭയങ്കര ഹിറ്റല്ലേ, ഭയങ്കര ഹിറ്റായി. എൻ്റെ പടം കഴിഞ്ഞാൽ അടുത്ത പടത്തിൻ്റെ നെക്സ്റ്റ് പടത്തിൻ്റെ പുള്ളിയുടെ സാലറി 1.25 കോടി. അടുത്ത പടം 1.25 കോടിക്കാണ്. പുള്ളിയുടെ ശമ്പളം നിയന്ത്രിക്കുന്നതും പൈസ മേടിക്കുന്നതൊക്കെ അന്ന് എസ് എ ചന്ദ്രശേഖറാണ്, വിജയല്ല അപ്പൻ. പുള്ളിയുടെ അപ്പൻ എസ് എ ചന്ദ്രശേഖർ, പുള്ളിയാണ് ഡേറ്റ് കൊടുക്കുകയും നീ പോയി അഭിനയിക്കണം പറയും, ഒറ്റ പൈസ പോലും വിജയം മേടിക്കില്ല, ഒക്കെ അപ്പം മേടിച്ചിട്ട് അപ്പൻ്റെ ഒരു സ്ട്രിക്റ്റ് ഇതിലാണ് ഇയാൾ വളരുന്നത്.
ഈ പുള്ളിക്ക് ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട്, രാവിലെ ഒന്ന് അഭിനയിച്ചിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ അരി മേടിക്കാനുള്ള, അല്ല ഇവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന വടവളയിലെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്, വീട്ടിൽ സ്ഥിരം പോകണം. അപ്പോൾ അവിടെ താമസിക്കും. വിജയ് ഇങ്ങനെ ഒരു സ്കൂളിൽ പോകണ പോയിട്ട് വീട്ടിൽ ആ മുറി കയറിയിരിക്കും. അപ്പനാ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ് എല്ലാം അപ്പനാ സംസാരിക്കും. വിജയായിട്ട് യാതൊരു പരിപാടിയില്ല. വിജയ്ക്കാണെങ്കിൽ ലൊക്കേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ കിട്ടും, ലൊക്കേഷൻ അപ്പം വരികയല്ലോ, അങ്ങനെ സംസാരിക്കാം. അദ്ദേഹവും സിനിമാകാരനാണല്ലോ. പിന്നെ ഡയറക്ടറല്ലേ അന്താ കാനൂൻ, ചാൻ സൂപ്പൻ, ഹിന്ദിയിലൊക്കെ സൂപ്പർ ഹിറ്റ് ഇല്ല, അതാ വെച്ചിട്ട് അന്താ കാനൂനൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ്. പിന്നെ അങ്ങനെ ആണ് കാതലിക്ക് സൂപ്പർ ഹിറ്റ്. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഫ്രണ്ട്സ് സിനിമ. അതിൽ വിജയ് വിജയനെ കാണിക്കുക, വിജയനെ കാണിച്ചു. വിജയ് പറഞ്ഞ് അവസാന ക്ലൈമാക്സ് നമുക്കൊരു തമിഴിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെവി ക്ലൈമാക്സ് വേണം. കാതലിക്ക് മര്യാദ ഇവിടെ അനിയത്തി പ്രമാരിയോടെ വലിയ ഹിറ്റ്. ഈ ഫ്രണ്ട്സ് വരുമ്പോൾ സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന, ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ അതുവരെ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട് പിരിയുന്ന ആ ഒരു നിമിഷം മുഴുവൻ സിനിമകളും അവർ ചെയ്തത് പ്രൊഡ്യൂസ് ചെയ്തൊരു നിർമ്മാതാവ് എന്ന രീതിയിൽ താങ്കൾക്ക് അറിയുമായിരുന്നോ ഇവർ പിരിയാൻ പോവുകയാണ് എന്നുള്ളത്? അതുപോലെ അവരത് അധികം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും താങ്കൾക്ക് എങ്ങനെയാണ് ആ ഒരു വാർത്ത കിട്ടിയപ്പോൾ തോന്നിയത് എന്താണ്? സിദ്ദിഖ് ലാൽ ഡയറക്റ്റ് ചെയ്ത എല്ലാ സിനിമകളും എൻ്റെ കയ്യിൽ കൂടെ തന്നെയാണ്. ഹിറ്റ്ലർ എന്ന സിനിമയുടെക്ക് മുമ്പാണ് അവർ പിരിയുന്നത്. അവർ പിരിയാനുണ്ടായ കാരണം ഈ ലോകത്തറിയാവുന്ന ഒരാൾ സിദ്ദിഖ് പാവം മരിച്ചുപോയി. പിന്നെ ലാലിനറിയാം, എനിക്കറിയാം, ഫാസിൽ സാറിനും അതിൻ്റെ ഒരു 75% അറിയാം, മമ്മൂക്കയ്ക്കും അതിൻ്റെ ഒരു 75% അറിയാം. 100% അല്ല ഞാൻ പറഞ്ഞത്. അതൊരു രഹസ്യമാണ്. അത് ഞാനായിട്ട് സിദ്ദിഖ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു. സിദ്ദിഖ് ഇപ്പം ഇല്ലാത്ത സ്ഥിതിക്ക്, ഒരാളില്ലാത്ത സ്ഥിതിക്ക് ഞാനത് അന്ന് മുതൽ ആ രഹസ്യം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സിദ്ദിഖിനെയും ലാലിനെയും മാറ്റി നിർത്തിയാൽ അത് പൂർണ്ണമായിട്ടും അറിയുന്ന ഏക വ്യക്തി താങ്കളാണ്. മാത്രമേ ഉള്ളൂ. സാറിന് 75% അറിയാം, മമ്മൂക്കയ്ക്ക് 75% അറിയാം, ലാലിന് 100% അറിയാം. പക്ഷേ ലാലത് പറയില്ല. ഞാനത് വെളിപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ ഞാനത് പറയില്ല. കാരണം അത് എന്നോട് കൂടി തീർന്നങ്ങ് പൊക്കോട്ടെ. സിദ്ദിഖ് ഉണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞാനായിരുന്നു. അങ്ങനെ വേറെ പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാനതൊക്കെ അങ്ങോട്ട് ചിരിച്ചു കളയുക ചെയ്തത്. അത് ചില രഹസ്യങ്ങൾ നമ്മളോട് കൂടി തീർന്നു പോട്ടെ, എന്തിന് നമ്മളത് തീർച്ചയായിട്ടും പറയുന്നു. പ്രശസ്ത സിനിമാ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ ഫഹദ് റാസയുമായി പങ്കുവച്ചതിന്റെ 3-ാം ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത്. തുടർന്നുള്ള ഭാഗം അടുത്ത ഞായറാഴ്ച കയ്യൊപ്പിൽ. കയ്യൊപ്പ്.